ഇന്ത്യയുടെ സാമ്പത്തിക വികസനം എന്ന ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സവിശേഷതകളും സ്വതന്ത്രാനന്തരം ഇന്ത്യ കൈക്കൊണ്ട വികസന നയതന്ത്രങ്ങളെയും കുറിച്ചുമാണ്. സ്വതന്ത്രാനന്തരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കായിട്ട് എന്തൊക്കെ നയങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്, എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി, വികസന നയതന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യ, ഏകദേശം ഒരു 2 പതിറ്റാണ്ടോളം കാലം കോളനി ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു നമ്മുടെ സാമ്പത്തിക ഘടന എന്നുകൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക മേഖലകളെ നമ്മൾ 3 ആക്കിയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവും. ഒന്നാമത്തത് പ്രാഥമിക മേഖല, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് കൃഷി, മത്സ്യബന്ധനം, ഖനനം, അതായത് പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചിട്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്ന മേഖലയാണ് നമ്മുടെ പ്രാഥമിക മേഖല. രണ്ടാമത്തതാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയും. ഇതിലാണ് പ്രധാനമായിട്ടും വ്യവസായം, ഉൽപ്പാദനം, നിർമ്മാണം ഇതൊക്കെ വരുന്നതാണ് ഈ ദ്വിതീയ മേഖല. മൂന്നാമത്തതാണ് ടെറിഷറി സെക്ടർ, അല്ലെങ്കിൽ തൃതീയ മേഖല. ഈ മേഖലകളിൽ വരുന്നതാണ് ബാങ്കിങ്, അതുപോലെ തന്നെ IT, ആരോഗ്യം, സേവനം തുടങ്ങിയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ തൃതീയ മേഖലകളിൽ വരുന്നത്. അപ്പം ഈ കോളനി ഭരണകാലത്ത് ഈ 3 മേഖലകളിലും ഇന്ത്യയുടെ സാമ്പത്തിക നില എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ സാമ്പത്തിക ഘടന എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 85% ആളുകളോളം നമ്മൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലായിരുന്നു കൃഷി. അപ്പോൾ 85% ആളുകൾ നമ്മൾ കൃഷിനെ ആശ്രയിച്ചായിരുന്നു ഈ കൊളോണിയൽ ഭരണകാലത്ത് ജീവിച്ചിരുന്നത്. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗമെങ്കിലും വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. ഈ കരകൗശല വസ്തുക്കൾക്ക് ബ്രിട്ടൻ വിപണിയിൽ വമ്പിച്ച മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇത് കൊണ്ടുപോയിട്ട് ബ്രിട്ടൻ വിപണിയിൽ വിറ്റഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാന ലക്ഷ്യം അതേപോലെ തന്നെ പരുത്തി, പിന്നെ അതേപോലെ പഞ്ചസാര, ചണം ഇതൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യം, ബ്രിട്ടൻ്റെ പ്രധാന ലക്ഷ്യം അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഒരു ദാതാവാക്കി ഇന്ത്യയെ മാറ്റുക എന്നത് മാത്രമായിരുന്നു. അല്ലാതെ ഇവർ ഇന്ത്യയിൽ ഒരു കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇവർ യാതൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാർഷിക പുരോഗതിക്ക് യാതൊന്നും ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനോ ആളോഹരി വരുമാനം കണക്കാക്കാനോ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു ശ്രമങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സൃഷ്ടിയുടെ അളവുപോലെ തന്നെ ദേശീയ വരുമാനമാണ്. പക്ഷേ ഈ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായങ്ങളോ യാതൊരു നടപടിക്രമങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഇന്ത്യയുടെ അഗ്രഗേറ്റ് റിയൽ ഔട്ട്പുട്ട് വെറും 2% താഴെയും പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് 0.5% മാത്രമായിരുന്നു. എന്താണ് അഗ്രഗേറ്റ് റിയൽ ഔട്ട്പുട്ട് നിങ്ങൾക്കറിയോ? ഓർമ്മയുണ്ട് എന്താണെന്ന്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളും, അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളും സേവനങ്ങളും അവയുടെ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ ഒഴിച്ചു നിർത്തിയിട്ട് കണക്കാക്കുന്നതാണ് അഗ്രഗേറ്റ് റിയൽ ഔട്ട്പുട്ട്. എന്താണ് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച മൊത്തം ഉൽപ്പാദനം ജനസംഖ്യ കൊണ്ട് വിഭജിച്ചാൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതും ആളോഹരി വരുമാനം കണക്കാക്കുന്നതും. എന്താണ് ദേശീയ വരുമാനം? ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച മൊത്തം സാധനങ്ങളും സേവനങ്ങളും അവയുടെ മൂല്യം ഇട്ടിട്ടുള്ള മൊത്തം വരുമാനമാണ് നമ്മുടെ ദേശീയ വരുമാനം. അപ്പം നമ്മൾ ഈ ദേശീയ വരുമാനമാണ് ശരിക്കും സാമ്പത്തിക സൃഷ്ടിയുടെ അളവുകോല് ദേശീയ വരുമാനമാണ്. അപ്പോൾ ഈ ദേശീയ വരുമാനം കണക്കാക്കിയാലാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച മൊത്തം, ഒരു രാജ്യത്ത് ഒരു വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ള മൊത്തം വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് വിഭജിച്ചാൽ കിട്ടുന്നതാണ് ആളോഹരി വരുമാനം. അപ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാനായിട്ട് കോളനി ഭാഗത്തു നിന്ന് യാതൊരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ വില്യം ഡിഗ്ബേ, ഫിൻഡിലെ ഷിറാസ് എന്നിവരൊക്കെയായിരുന്നു ഈ സമയത്ത് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കിയവരിൽ പ്രമുഖർ. അപ്പോൾ ഈ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തു വെക്കണം. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് ഇന്ത്യ സമ്പന്നമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപുള്ള ഇന്ത്യയെക്കുറിച്ച് ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയൻ പറഞ്ഞിട്ടുള്ളൊരു പ്രധാന വാചകമുണ്ട്. ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ഈജിപ്തിനേക്കാളും ബംഗാൾ കൂടുതൽ സമ്പന്നമായിരുന്നു. ബംഗാളിലാണെങ്കിൽ നമുക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായ പരുത്തി, അതേപോലെ തന്നെ ചണം, അരി, പഞ്ചസാര, പട്ടുനൂല് അതുപോലുള്ള വസ്തുക്കൾ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് സ്വന്തം ആവശ്യത്തിനുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, ആട്, ചെമ്മരിയാട് തുടങ്ങിയ
തുടങ്ങി സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടംപോലെ വസ്തുക്കളും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ അവർക്ക് സഞ്ചാരത്തിനും അതേപോലെ തന്നെ ജലസേചനത്തിനും വേണ്ടിയിട്ട് ഗംഗയിൽ നിന്നുമുള്ള ജലവും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ സമ്പന്നമായ രാജ്യമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്ത് സംഭവിച്ചു? സാമ്പത്തിക പുരോഗതി വളരെ മന്ദഗതിയിലായി. മന്ദഗതിയിലായെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ കർഷകർ ഇന്ത്യൻ കാർഷിക മേഖലയിൽ തൊഴിലില്ലായ്മ വരികയും ഇന്ത്യൻ കർഷകർ പതിയെ ഇന്ത്യൻ കാർഷിക മേഖല ക്ഷയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളും ക്ഷയിച്ചു തുടങ്ങി. ഈ കാർഷിക ഉൽപാദനക്ഷമത താഴ്ന്ന നിലയിലേക്ക് വരാനായിട്ടുള്ള ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷ് ഇന്ത്യ നടപ്പിലാക്കിയിരുന്ന ഒരു ഭൂവുടമ സമ്പ്രദായമായിരുന്നു. നമ്മൾ ഒരുപാട് ഭൂവുടമ സമ്പ്രദായങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ബംഗാൾ പ്രവിശ്യയിൽ നിലനിന്നിരുന്ന സെമീന്ദാരി സിസ്റ്റം എന്നൊരു ഭൂവുടമ സമ്പ്രദായമായിരുന്നു ശരിക്കും കാർഷിക മേഖലയിൽ വളരെയധികം ആദ്യം വരാനായിട്ട് കാരണം. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെമീന്ദാന്മാരായിരുന്നു ബ്രിട്ടീഷ് കോളനിക്കും കർഷകർക്കും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഈ കർഷകർ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം സെമീന്ദാന്മാർക്ക് കൊടുക്കണം. സെമീന്ദാന്മാർക്കാണെങ്കിലോ അവരുടെ പേരിലുള്ള ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ അവരൊരു നികുതി ബ്രിട്ടീഷ് ഇന്ത്യക്ക് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ സെമീന്ദാന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നികുതി അവർ ബ്രിട്ടീഷ് ഇന്ത്യക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭൂമിയിന്മേലുള്ള ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ സെമീന്ദാന്മാരോ ഈ കോളനിയോ യാതൊന്നും ചെയ്തില്ല. കാരണം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമായിരുന്നു. കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് അവർ യാതൊന്നും ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി നശിച്ചു. ജലസേചന പദ്ധതികൾ താഴ്ന്ന നിലയിലായി. രാസവളങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കാർഷിക മേഖല മന്ദഗതിയിലേക്ക് നീങ്ങാനായിട്ട് കാരണമായി. കാർഷിക മേഖലയിൽ നാണ്യവിളകളുടെ ഉപയോഗം വന്നതോടുകൂടി വളരെ ചെറിയ ശതമാനം കർഷകർ നാണ്യവിളയിലേക്ക് നീങ്ങി. പക്ഷേ ഇത് അവരുടെ സ്വന്തം സാമ്പത്തിക നിലയിൽ ഒരു പുരോഗതി ഉണ്ടാക്കിയെങ്കിലും കാർഷിക മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ മൊത്തത്തിൽ കാർഷിക മേഖല മുരടിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത്. ഇതുപോലെ വ്യാവസായിക മേഖലയിലും ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാനും ഒന്നും ബ്രിട്ടീഷ് ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയിലെ കരകൗശല നിർമ്മാണ മേഖല കാലക്രമേണ ക്ഷയിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ആധുനിക വ്യവസായങ്ങളൊന്നും ഉയർന്നു വന്നില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി ക്ഷയിച്ചു തുടങ്ങി. അങ്ങനെയാണല്ല, നമുക്കൊന്ന് ക്ഷയിക്കുമ്പോൾ അതിന് പകരമായിട്ട് ആധുനിക വ്യവസായങ്ങളോ മറ്റു വ്യവസായങ്ങളോ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക നില മുരടിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ത്യയിലും അത് തന്നെ സംഭവിച്ചു. വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ശരിക്കും ബ്രിട്ടന്റെ രണ്ട് വ്യാവസായിക നയങ്ങളായിരുന്നു. ഒന്നാമത് ബ്രിട്ടനിൽ വളർന്നു വരുന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ഉള്ള അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു അവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ, അതായത് ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണിയാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതായത് ഇവരുടെ സാമ്പത്തിക നയങ്ങളെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അവർ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്ക് വേണ്ടിയിട്ടോ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടോ യാതൊന്നും ചെയ്തിരുന്നില്ല. ഇത് രണ്ടും ഇന്ത്യയുടെ വ്യവസായം തകരാനായിട്ട് കാരണമായി. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച കാരണം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ രൂക്ഷമായി. ഇതുകൊണ്ട് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ലഭ്യം ആവാതായി. അപ്പോൾ പ്രധാനമായിട്ടും ഉപഭോഗ വസ്തുക്കൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ച് ഉപഭോഗ വസ്തുക്കൾ ഇവർ ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്തു. അതും താഴ്ന്ന നിലവാരത്തിലുള്ള ഉപഭോഗ വസ്തുക്കൾ ബ്രിട്ടനിൽ നിന്നും ഇവർ ഇറക്കുമതി ചെയ്ത് ഇവരത് ആ ഒരു നികത്തി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ഒരു ഇരുമ്പുരുക്കുശാല സ്ഥാപിതമായത്. 1907 ടാറ്റ ഇരുമ്പുരുക്കുശാല സ്ഥാപിതമായത്. പുരാതന കാലം മുതൽക്ക് തന്നെ വിദേശ വ്യാപാരത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലനിന്നിരുന്ന പല നയങ്ങളും പ്രത്യേകിച്ചും വ്യാപാരം, അതേപോലെ തന്നെ ഉൽപ്പാദനം, തീരുവ, ഇതിലൊക്കെ നിലനിന്നിരുന്ന പല നയങ്ങളും ഇന്ത്യയിലെ സാമ്പത്തിക ഘടകത്തെയും സാരമായി ബാധിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് അസംസ്കൃത വസ്തുക്കളായ പട്ട്, പരുത്തി, പഞ്ചസാര, നീലം തുടങ്ങിയവ ഇന്ത്യയിൽ നിന്നും വളരെ തോതിൽ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. ബ്രിട്ടനിൽ നിന്നും നിർമ്മാണ വസ്തുക്കളായ യന്ത്രസാമഗ്രികൾ തുടങ്ങിയ മൂലധന വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ കയറ്റുമതി മിച്ചം, അതായത് ഈ എക്സ്പോർട്ട് സർപ്ലസ്,
ഇന്ത്യയുടെ പുരോഗതിക്ക്, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് ബ്രിട്ടൻ പറഞ്ഞിരുന്നത്. ഇതിന് ഇന്ത്യ കൊടുക്കേണ്ടി വന്നത് വളരെ വലിയ വിലയാണ്. ശരിക്കും ഈ സാമ്പത്തിക മിച്ചം ബ്രിട്ടന്റെ യുദ്ധ ചെലവുകൾ വഹിക്കാനും ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുമുള്ള ഒരു തുക മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ അനുഭവിക്കേണ്ടി വന്നിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളും ഇന്ത്യയിലെ സാമ്പത്തിക മുരടിപ്പ് വരാനും കാരണമായ കാര്യങ്ങൾ.